നോക്കൂ ശ്രീ വേണു, ഈ വിഷയത്തിൽ കോടതി ഒരു ജസ്റ്റിസ് ശങ്കരനെ ഒരു അന്വേഷണത്തിന് ആദ്യമായിട്ട് നിയോഗിച്ചല്ലോ. അതിനുശേഷം അതും ഇവർ സ്വാഗതം ചെയ്തു. എന്നിട്ട് അന്ന് ഈ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞത് 2019 അന്വേഷിക്കണമെന്നാണ്. പക്ഷേ 2019 അന്വേഷിക്കാൻ ആ കോടതി തീരുമാനിച്ചത്. എന്നിട്ട് ഇവർ വീണ്ടും അത് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ഏത് അന്വേഷണം ഞങ്ങൾ നേരിടാൻ തയ്യാറാണെന്ന് കാണിക്കാനുള്ളൊരു വ്യഗ്രത ഇവർക്കുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കോടതി തന്നെ ഒരു തീരുമാനമെടുത്ത് കോടതിയുടെ മേൽനോട്ടത്തിൽ ഇവർ പറഞ്ഞ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടൊരു അന്വേഷണം നടത്തുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കണം. രഹസ്യ സ്വഭാവം വേണം. ഇവിടെ 2019 മുതൽ ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകളാണ്. ആ കമ്മ്യൂണിസ്റ്റുകളുടെ കാലത്താണ് ശബരിമലയിലെ ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട കവർച്ചയെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ തന്നെ മറ്റ് സംഭവങ്ങളും പുറത്തു വരുന്നത്. ഇന്നിപ്പം മന്ത്രി വാസവൻ പറഞ്ഞത് 2019 ഞങ്ങൾക്ക് വീഴ്ച പറ്റി. എന്താ ഇത്രയും ദിവസം എന്താ പറയാതിരുന്നത് വീഴ്ച പറ്റിയെന്ന്? ഇന്ന് കോടതി അന്വേഷണ കമ്മീഷനെ വെച്ചപ്പോഴാണോ വീഴ്ച പറ്റിയെന്ന് പറയാൻ തോന്നിയത്? അന്ന് പത്മകുമാറാണ് ഭരിച്ചിരുന്നതെന്ന് മാത്രമേ അദ്ദേഹം പറയാത്തതുള്ളൂ. അപ്പോൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പത്മകുമാറിനെ കാണായപ്പോൾ അദ്ദേഹം പറഞ്ഞു അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. എല്ലാവരും അന്വേഷണത്തെ സ്വാഗതം ചെയ്യും. ഒരു മാസം ഇവരിങ്ങനെ സ്വാഗതം ചെയ്യുന്ന പ്രക്രിയ തുടരും. ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം. ഇപ്പം നാളെ എന്തായാലും UDF-ഉം കോൺഗ്രസും പ്രചരണപരമായ കാര്യങ്ങളുമായിട്ട് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അസംബ്ലിയിൽ ഇവർക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലല്ലോ. ഇത്ര വലിയ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്നവരാണെങ്കിൽ എന്തുകൊണ്ട് അസംബ്ലിയിൽ ഉത്തരം പറയാതിരുന്നത്? എന്നിരുന്ന് മന്ത്രി രാജേഷ്, അദ്ദേഹം പാർലമെൻ്ററി കാര്യ മന്ത്രിയാണ്, അദ്ദേഹം പറയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭീരുത്വം. എനിക്ക് മനസ്സിലായില്ല വേണു, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷത്തിൻ്റെ ഭീരുത്വം എന്ന് പറയുന്നത്? അവർ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അവതരണ അനുമതി കൊടുത്തില്ല, കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു ബാനർ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഇത് ചർച്ചയായപ്പോൾ മന്ത്രി രാജേഷ് പറയാണ് ഭീരുത്വം. അതിനുശേഷം മന്ത്രി വാസവൻ പറയാണ് പ്രതിപക്ഷ നേതാവ് നമ്മുടെ VD സതീശൻ തെറ്റു പറയണമെന്ന്, മറ്റേ ജനങ്ങളോട് തെറ്റു പറയണമെന്ന്. എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തടിസ്ഥാനത്തിൽ ഇതൊക്കെ പറയുന്നത്? VD സതീശൻ എന്താ ബന്ധം ഇതിൽ? കഴിഞ്ഞ 9 വർഷമായിട്ട് CPM ഭരിക്കുന്ന ഒരു ദേവസ്വത്തിൻ്റെ കീഴിൽ നടക്കുന്ന ക്രമക്കേടുകളാണിത്. അതിൽ VD സതീശൻ മാപ്പ് പറയണം. എന്നിട്ട് എന്താണ് പരിഹാസം? അതായത് ഇവർക്ക് ഈ CPM-ന് 2-3 ആയുധങ്ങളുണ്ട്. ഒന്ന് അശ്ലീലത്തെ ആയുധമാക്കുക, 2 നുണയെ ഒരു ആയുധമാക്കുക. ഇപ്പോൾ നോക്കൂ, പരിഹാസത്തെ ആയുധമാക്കുകയാണ്. എന്താണ്? വെറുതെ പരിഹസിക്കുക. അതായത് ഇന്ന് MV ജയരാജൻ പറയുന്നത് കേട്ടു, കോൺഗ്രസിൻ്റെ ഒരു അവതാരമാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ വിവാദ പുരുഷനായിട്ടുള്ള പോറ്റിയെന്ന്. കോൺഗ്രസിൻ്റെ അവതാരം എങ്ങനെയാവണത്? അപ്പോൾ ഇവർ ചുരുക്കം പറഞ്ഞാൽ ഇവർക്ക് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ കോടതിയുടെ ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് AKG സെഞ്ചറിയിൽ നിന്ന് കൂട്ടശരണമൊളി ഉണ്ടാകും. കാരണം രക്ഷാപ്രവർത്തനത്തിന് ആരും എത്താനുള്ള സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രക്ഷാപ്രവർത്തനത്തിന് എത്തണമെങ്കിൽ അതിന് ഉത്തരം നേരത്തെ പറയണമായിരുന്നു. മുഖ്യമന്ത്രിക്ക് എന്താ ഉത്തരം പറയാൻ പറ്റാത്തത്? ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് കഴിഞ്ഞ വർഷം ഒരു 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ഒരുപാട് വിശ്വാസികളുടെ സംശയങ്ങൾ ഉണ്ടാക്കിയൊരു വിഷയമാണ് ശബരിമല. ആ വിഷയത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇന്നേ വരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിന് അസംബ്ലിയിൽ അഭിപ്രായം പറയാമായിരുന്നല്ലോ. നോട്ടീസ് കൊടുക്കാതെ പ്രതിഷേധിച്ചു എന്നാണ് നമ്മുടെ മന്ത്രി പറയുന്നത്. നോട്ടീസ് കൊടുക്കാൻ നേരം അവർ പറഞ്ഞു പറ്റില്ല എന്ന്. ഈ പ്രതിഷേധത്തിന് അവിടെ അസംബ്ലി പറയണ്ട, പുറത്ത് പറയാമല്ലോ. ഇവർ കോടതി എന്ന് പറയുമെങ്കിൽ പിന്നെ എന്തിനാണ് MB രാജേഷ് ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? എന്തിനാണ് വാസവൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? അപ്പോൾ മുഖ്യമന്ത്രിക്ക് മാത്രമേ ഉള്ളൂ ഈ കോടതി എന്നുള്ള ആ ഒരു പരാമർശം. കോടതിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഭരണാധികാരികൾ ജനങ്ങളോട് സത്യം പറയുന്നതിന് ഏത് കോടതിയാണ് എതിർക്കുക? അപ്പോൾ ഇവർക്കത് പറ്റുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ 2019 മുതലുള്ള സംഭവം അന്വേഷിക്കുമ്പോൾ ഈ 2016 അധികാരത്തിൽ വന്ന പിണറായി ഗവൺമെൻറ് അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം സ്വർണ്ണമായിരിക്കും.